മതസൗഹാർദ്ദം എന്ന് പറഞ്ഞൊരു സംഗതി ഇല്ലട്ടോ ലോകത്ത്. ഒരിക്കലും നമ്മൾ ആ പദം ഉപയോഗിക്കരുത്. മതസൗഹാർദ്ദമല്ല, മാനവിക സൗഹാർദ്ദം. മതസൗഹാർദ്ദം എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾ മനസ്സിലാക്കി? മതലയനത്തെയാണ് നമ്മൾ മതസൗഹാർദ്ദം എന്ന് പറയുന്നത്. അതായത് ഒരു ഹിന്ദുവിന്റെ ക്ഷേത്രത്തിൽ പോകുന്ന ഒരു മുസ്ലിം അവിടെ പോയി ചെണ്ട മുട്ടിയാൽ ഭയങ്കര സൗഹാർദ്ദം. അതല്ല സൗഹാർദ്ദം, അത് മതലയനമാണ്, മാനവിക സൗഹാർദ്ദം. അതായത് ഇപ്പൊ നിങ്ങൾക്കറിയാം, ശബരിമലയിലേക്ക് പോകുമ്പോൾ അയ്യപ്പ ഭക്തന്മാർ മുസ്ലിങ്ങളെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കില്ല. മുസ്ലിങ്ങളതല്ല, മിക്ക വീട്ടിൽ നിന്ന് എന്താ, അവർ നോമ്പ് നോൽക്കാറുണ്ട്, മണ്ഡലം നോമ്പ്. ആ നോമ്പ് നോൽക്കുന്ന സമയത്ത് നമ്മൾ ഭക്ഷണം കൊടുത്ത് ഞങ്ങൾക്ക് പാടില്ല. ഒരു വർഗീയവാദിയായിട്ടാ അല്ല, അവന്റെ വിശ്വാസം. നമ്മൾ നമ്മുടെ ഒരു മുസ്ലിം ക്ലിയറായി, നിങ്ങൾക്കറിയാം, ക്ഷേത്രം ബിംബാരാധനയിൽ അധിഷ്ഠിതമാണ്. ഇസ്ലാം അതിനെതിരാണ്, നിങ്ങൾക്കറിയാലോ. ക്രിസ്ത്യാനികൾ ബിംബാരാധനയിൽ അധിഷ്ഠിതമാണ്. ഇസ്ലാമിനെതിരാ. ക്രിസ്തീയ പള്ളി ഉണ്ടാക്കാൻ മുസ്ലിമിനോട് ഫണ്ട് ചോദിച്ചാൽ കൊടുക്കേണ്ടയില്ല. അത് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കുക. ഒരു ബിംബ പൂജക്ക് മുസ്ലിങ്ങൾ ഫണ്ട് കൊടുക്കേണ്ടയില്ല. എന്താ കാരണം? അത് വർഗീയതയല്ല. നേരെ മറിച്ചൊരു ഹിന്ദു വരികയാണ്, എന്റെ കുട്ടിക്ക് ക്യാൻസറാ, കൊടുക്കണം, എത്ര കൊടുക്കാൻ പറ്റുമോ അത്ര കൊടുക്കണം. ഒരു ഹൈന്ദവ സഹോദരൻ വന്നിട്ട് പറയും, എന്റെ വീടിന്റെ മേൽക്കൂരതാ വീണു പോകാറായി, ബഷീർ എന്നെ ഒന്ന് ഉണ്ടാക്കി തരണം, ഉണ്ടാക്കി കൊടുക്കണം. എന്റെ മോളുടെ വിദ്യാഭ്യാസത്തിന് നീ ചെലവ് തരണം, കൊടുക്കണം. പക്ഷെ മതലയനവും മതസൗഹാർദ്ദവും ഒക്കെ വേറെ വേറെയാണ്. അത് നമ്മൾ ശരിക്കും പഠിക്കണം. അതായത് ഒരു ഹിന്ദു ഒരു മുസ്ലിമിന്റെ പള്ളിയിൽ വന്നിട്ട് അവിടെ ഒരു ബാങ്കാട് കൊടുത്ത്, എന്നിട്ട് പിറ്റേത്തെ പത്രത്തിൽ മതസൗഹാർദ്ദത്തിന്റെ ഉന്നത പ്രതീകമായി. അത് മതലയനമാണ്, മതസൗഹാർദ്ദമല്ല, മാനവിക സൗഹാർദ്ദം. അതായത് എനിക്ക് എന്റെ മതത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഹൈന്ദവനെ സ്നേഹിക്കാൻ കഴിയും. എന്റെ അയൽവാസിയായ ബാബുവേട്ടൻ, നിങ്ങൾ ചോദിച്ചോ അവിടെ ചെന്ന്, എന്റെ നാട്ടിൽ ഓരോ മുസ്ലിം സഹോദരനോട് ചോദിച്ചോ, എന്താ മുജാഹിദ് ബാലുശ്ശേരി, ഒരു പറഞ്ഞു എന്തേ, എന്റെ മതം എന്റെ വീട്ടിൽ എന്റെ അടുത്ത് വന്നാൽ ഒരു ക്ഷേത്ര ഉത്സവത്തിനാ വരുന്നെങ്കിൽ ഞാൻ കൊടുക്കൂല എന്ന് എനിക്കറിയാം. പിന്നെ ഞാൻ ഏകദൈവാരാധന പറയുന്നതിന് എന്താ വില? ഇനി നിങ്ങൾ തന്നെ എന്തിച്ചോ, ഞാൻ വേശ്യാലയം പാടില്ല, വേശ്യാവൃത്തി പാടില്ല അറിയാം. ഒരുത്തൻ വേശ്യാലയം ഉണ്ടാക്കാൻ ഫണ്ടും ചോദിച്ചു വരിക. ഞാൻ കൊടുത്ത എന്റെ അവസ്ഥ എന്താ? ഞാൻ അന്തസ്സുള്ളവനാണോ? കള്ളു കുടിക്കരുതെന്നും കള്ളിന്റെ ഭയാനകതയെ പറ്റി പറയാം, എന്നിട്ട് എന്റെ കെട്ടിടം കള്ളുഷാപ്പിന് കൊടുക്കുക, എങ്ങനെ ഉണ്ടാവും? നിങ്ങൾ ആലോചിച്ചൊക്കെ, എന്റെ വിശ്വാസം ഇതാണെന്ന് പറയും, ഈ വിശ്വാസം എന്റെതല്ല അറിയാം. എന്നിട്ട് ഞാൻ എതിർത്ത വിശ്വാസത്തിന് ഞാൻ ഫണ്ട് കൊടുത്താൽ ഞാൻ മാന്യനാണോ? ഇതൊന്നും ഒരു വർഗീയ കലാപം ഉണ്ടാക്കുന്ന ചിന്തയല്ല, ലളിതം. ഭാസ്കരേട്ടനും പറയാ, ഒരു മുസ്ലിം അവിടെ വരുമ്പോ എന്റെ വിശ്വാസത്തിനെതിരാണ്, ഞാൻ ചെല്ല, അങ്ങനെ പറയണം. മാത്രമല്ല, ഭാസ്കരേട്ടനെ പോയി ഒരു മുസ്ലിമും ബുദ്ധിമുട്ടിക്കരുത്, ഒരു മുസ്ലിമിനെ പോയി ഭാസ്കരേട്ടനും ബുദ്ധിമുട്ടിക്കരുത്. എന്ത് രസമുള്ള ഒരു തത്വമാണ് ലോകത്തെ മനുഷ്യൻ പഠിപ്പിക്കുന്നത്. ലക്കും ദീനുക്കും വലിയ ദീൻ, 9ാമത്തെ തെളിവ്. നിങ്ങൾക്ക് നിങ്ങളുടെ മതം, ഞങ്ങൾക്ക് ഞങ്ങളുടെ മതം. എത്ര രസം!